ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ അകത്തിലെ അടുത്തൊരു പോർഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ വേറൊരു രീതിയിലും വിളിക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്തോണം. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയും. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. ഈ വാല്യൂ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഈ കാൽക്കുലേഷൻ പ്രസൻറ്റ് ചെയ്തത് കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്, കാൾ പിയേഴ്സൺ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രൽ ടെൻഡൻസിക്കകത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് അർത്തമാറ്റിക് മീൻ ആയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഡിസ്പെർഷൻ്റെ അകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് എന്ന് ഓർത്തിരുന്നണം. ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ അർത്തമാറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ മെഷേർഡ് ഫ്രം ദെയർ മീൻ എന്ന്. അത് പറയുമ്പോൾ ഇച്ചിരി കാര്യമുണ്ട്. സത്യത്തിൽ ഇതേ ഉള്ളൂ. നമുക്കൊരു ഡേറ്റ തരുന്നു, ആ ഡേറ്റയിൽ നിന്ന് നമ്മളതിൻ്റെ മീൻ കാണുന്നു. മീൻ കണ്ട ശേഷം അതിൽ നിന്ന് ആ ഡേറ്റയുടെ ഡീവിയേഷൻ കാണും. ഡീവിയേഷൻ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കാണും. സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ അർത്തമാറ്റിക് മീൻ കാണും. അങ്ങനെ കാണുന്ന അർത്തമാറ്റിക് മീനിൻ്റെ സ്ക്വയർ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓർത്തോണം. അത് 3 സീരീസിലുമുണ്ട്. ഇൻഡിവിജ്വൽ സീരീസിലുമുണ്ട്, ഡിസ്ക്രീറ്റിലുമുണ്ട്, കണ്ടിന്യൂസ് സീരീസിലുണ്ട്. അത് ഇൻഡിവിജ്വൽ സീരീസിൽ പറയുമ്പോൾ ഇതാണ് 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, അപ്പം ഇൻഡിവിജ്വൽ സീരീസിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്, സിഗ്മ എന്ന് പറയുന്നത്. കണ്ട ആ എഴുതുന്ന രീതി ഒന്ന് നോക്കണം. ദണ്ട് ഇങ്ങനൊന്ന് ചുറ്റിക്കെട്ടി ദണ്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അതാണ് സിഗ്മ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പലാണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് സിഗ്മ എന്ന് പറയുന്നത്. സിഗ്മ ഈക്വൽസ് റൂട്ട് ഓഫ് സിഗ്മ, മറ്റേ അകത്ത് കിടക്കുന്നതും സിഗ്മ തന്നെയാണ്. അത് വലിയ സിഗ്മയാണ്. വലിയ സിഗ്മ എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് എന്നാൽ മൊത്തം എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ തിരിച്ചറിഞ്ഞോണം. ഇങ്ങനെ കുനിച്ചിട്ടിരിക്കുന്ന ഈ സിഗ്മയെ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നേരെ മറിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ഇ പോലിരിക്കുന്ന ഈ സിഗ്മയെ വിളിക്കുന്നതും സിഗ്മ എന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ടോട്ടൽ, സമ്മേഷൻ അല്ലേ, സം ടോട്ടൽ ഓഫ് എന്ന്. അപ്പോൾ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു രീതിയിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം. അതായത് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഈ 2 ഇക്വേഷൻ സാധാരണഗതിയിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, രണ്ടാമത്തെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ഇനി ഈ സിഗ്മ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിനെ വേരിയൻസ് എന്ന് വിളിക്കും. അതൊന്ന് ഓർത്തോണം, വേരിയൻസ്. അപ്പോൾ നമുക്ക് വേരിയൻസ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ അങ്ങ് ഇട്ടേച്ചാൽ മതി. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻസറിൻ്റെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ വേരിയൻസ് ആകും. അപ്പോൾ ഓർത്തിരുന്നോണം, വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയറാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ്. ഇനിയും ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആബ്സല്യൂട്ട് വാല്യൂ ആണ്. എന്നാൽ ഇവിടെ നമുക്ക് റിലേറ്റീവ് വാല്യൂ വേണം. വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടാൻ നമ്മൾ റിലേറ്റീവ് വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. ആ റിലേറ്റീവ് വാല്യൂവിനെ ഇവിടെ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ വിളിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, സി വി എന്ന് പറയുന്നതാണ്ട് കിടക്കുന്നു. സി വി, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, അതാണ് ഇവിടുത്തെ റിലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ദാറ്റ് ഈസ് എസ് ഡി ബൈ മീൻ ഇൻറ്റു 100 എന്ന. എസ് ഡി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ, അർത്തമാറ്റിക് മീൻ, ഇൻറ്റു 100. ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സി വി കിട്ടും, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കൂ. ഇൻഡിവിജ്വൽ സീരീസിലെ ഇക്വേഷനാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്പർ തന്നു, എക്സ് 5, 8, 11, 7, 4. കണ്ടോ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അത് ടോട്ടൽ സം എടുക്കണം, 35. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 35 കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ കാണണം. ഈ തന്നിരിക്കുന്ന എക്സിൻ്റെ സ്ക്വയർ കാണും. അറിയാമല്ലോ, 5, 25, 8, 64, 11, 11, 121, 7, 49, 4, 16. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ കണ്ടു. എന്നിട്ട് അത് ആഡ് ചെയ്തു, 275 കിട്ടി. ഇനി ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഏതാ? സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 275. ബൈ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റമാണ്, 5 ഐറ്റം അവിടെ ഉള്ളത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറയുമ്പോൾ 275 ബൈ 5 മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അവർ ശ്രദ്ധിച്ചോണം, സിഗ്മ എക്സ് എത്രയാണ്? 35 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞ് 5 തന്നെ. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 5 എന്നിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ സ്ക്വയർ കാണുക. ഓക്കെ, അപ്പോൾ അത് 49 എന്ന് കിട്ടി.
275നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 55 എന്ന് കിട്ടി. -35 ഡിവൈഡഡ് ബൈ 5. ആ ആൻസറിൻ്റെ സ്ക്വയർ കാണണം. സ്ക്വയർ കണ്ടു കഴിയുമ്പോൾ അത് 35/5 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ 7 7 5 35. ആ 7ൻ്റെ സ്ക്വയർ കാണും. 7 7 49. അപ്പോൾ √55 -49. അപ്പോൾ 55 നിന്ന് 49 മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. √6 എന്ന് പറഞ്ഞാൽ 6ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2.44. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൻ്റെ അകത്തിൽ. ഇനി അതിൻ്റെ അകത്തിൽ നമുക്ക് ഒന്നുകൂടെ കാണാം CV, അതായത് റിലേറ്റീവ് വാല്യൂ കാണാം, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം മീൻ കാണണം. മീൻ നമുക്കറിയാമല്ലോ, ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ എന്ന് പറഞ്ഞാൽ σx/n ആണ്. x ബാർ എന്ന് പറഞ്ഞാൽ σx/n. σx നമുക്ക് തന്നിട്ടുണ്ട് 35 ഡിവൈഡഡ് ബൈ n നമുക്കറിയാം 5. 35 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 7. അപ്പോൾ മീൻ കിട്ടിക്കഴിഞ്ഞു 7. ഇനിയും CV കാണാൻ വളരെ എളുപ്പമാണ്. അതായത് SD നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 2.44 ഡിവൈഡഡ് ബൈ മീൻ എത്രയാണ് 7. 2.44 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 100. അപ്പോൾ 2.44നെ 7 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 34.85. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് പിന്നെ ഇൻഡിവിജ്വൽ സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിലൂടെ കാണാം. ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണാം, ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് അതുകൂടെ ഓർത്തോളൂ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒന്നിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യാം. ഈ ഇക്വേഷൻ ഇപ്പോൾ 3 എണ്ണം ഉണ്ട്. ഇതൊന്ന് 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഷോർട്ട് കട്ടിലേക്ക് വരുമ്പോൾ നമുക്കതിനെ ഇക്വേഷനെ ഡീവിയേഷൻ എടുക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് ഒരു അസ്യൂംഡ് മീൻ നമ്മൾ എടുക്കും. അതിൽ നിന്ന് ഡീവിയേഷൻ കാണും. അപ്പോൾ നമ്മൾ σ √d² n -σd/n the whole square. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ അനുസരിച്ചൊരു കണക്കൂടെ ഞാൻ തരാം. അപ്പോൾ ഷോർട്ട് കട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ. എക്സ് 65 66 67 68 69 70 ഞാൻ തന്നു. ആദ്യം നിങ്ങളതിൻ്റെ ടോട്ടൽ എടുക്കുക. 405 കിട്ടി. ഇനി നമ്മൾ ഡീവിയേഷൻ, അടുത്ത സ്റ്റെപ്പിൽ ഡീവിയേഷൻ കാണണമെങ്കിൽ നമുക്ക് ഈ എക്സിൽ നിന്ന് ഏകദേശം സെൻറ്ററിലുള്ള ഒരു നമ്പർ അസ്യൂംഡ് മീനായിട്ട് എടുക്കണം. നമ്മൾ തന്നെ തീരുമാനിച്ചെടുക്കുന്ന ഒരു മീനാണ് അസ്യൂംഡ് മീൻ. ഇവിടെ ഇപ്പം ഞാൻ 67 എടുത്തിരിക്കുന്നത്. അസ്യൂംഡ് മീൻ 67. ഓർത്തോണം, ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടിട്ടുണ്ട്. അസ്യൂംഡ് മീൻ 67. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ, അതായത് ഓരോ എക്സ് വാല്യൂവിൽ നിന്നും ഈ അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ എക്സ് വാല്യൂ പലപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഓരോ എക്സ് വാല്യൂവിൽ നിന്നും ഈ എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എക്സ് വാല്യൂ 65 നിന്ന് 67 മൈനസ് ചെയ്യുമ്പോൾ -2 അറിയാമല്ലോ. അടുത്ത 66 നിന്ന് 67 -1. 67 നിന്ന് 67 0. ഇനി 68 നിന്ന് 67, അതായത് 68 നിന്ന് 67 മൈനസ് ചെയ്തു, അപ്പോൾ 1 കിട്ടി. 69 നിന്ന് 67 മൈനസ് ചെയ്തു, അപ്പോൾ 2 കിട്ടി. പിന്നെ 70 നിന്ന് 67 മൈനസ് ചെയ്തപ്പോൾ 3 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞു. DA വേണമെങ്കിൽ നമുക്കൊന്ന് കൂട്ടാം. അതായത് -1 -2 ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പം -3 എന്ന് പറയാം. ഇവിടെ പോസിറ്റീവ് സൈഡ് വരുമ്പോൾ 3 2 1. അപ്പോൾ 3 2 5 1 6. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈഡ് 6 വന്നു, നെഗറ്റീവ് സൈഡ് -3 വന്നു. 6ഉം അതുപോലെ തന്നെ -3 തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. 6 നിന്ന് 3 കുറച്ചു, അതായത് മൈനസ് കുറച്ചു. അപ്പോൾ 6 നിന്ന് മൈനസ് ചെറുത് 3 ഉള്ളല്ലോ. അപ്പോൾ 6 നിന്ന് -3 കളഞ്ഞപ്പോൾ ആൻസർ എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണേണ്ടത് d² ആണ്. ഈ തന്നിരിക്കുന്ന ഡീവിയേഷൻ്റെ സ്ക്വയർ കാണണം. അറിയാമല്ലോ, 2 × 2 4. ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ആകും. കാരണം എന്താ? സ്ക്വയർ ആണ്. സ്ക്വയർ ആകുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പോൾ -2 +4, -1 1 0. അത് തന്നെ 1 2 2 4 3 3 9. ഓക്കെ, ഇനി അത് നമ്മൾ ആഡ് ചെയ്യുന്നു. 4 5 6 4 10 9 19 എന്ന് കിട്ടി. അപ്പോൾ d² 19 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ആ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. √σ d² എത്രയാണ്? 19. കണ്ടല്ലോ. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. n 6 നമ്പറുണ്ട്. അപ്പോൾ 19 ഡിവൈഡഡ് ബൈ 6 മൈനസ് അടുത്ത σd/n ആണ്. σd ഇതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 3 ആണ്. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 6 തന്നെ. അപ്പോൾ 3/6 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ റൂട്ടിലത് ഇട്ടേക്കണം. ഇനിയും 19നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 19 ഡിവൈഡഡ് ബൈ 6, 19 ഡിവൈഡഡ് ബൈ 6
6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 3.16 എന്ന് കിട്ടി. മൈനസ് അടുത്ത് 3/5 3/6 3/6നെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ മുമ്പേ ചെയ്ത പോലെ 3നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിൻ്റെ സ്ക്വയർ വരിക. അപ്പോൾ അത് 0.25 എന്ന് വരും. ഇനി ആ റൂട്ടിൽ കിടക്കുന്ന 2 മൈനസ് ചെയ്യാം. 3.16 മൈനസ് 0.25 അപ്പോൾ എത്ര കിട്ടി? √2.91 എന്ന് കിട്ടി. √2.91 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ 2.91ൻ്റെ റൂട്ട് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, കാൽക്കുലേറ്ററിലുണ്ട്. 1.70. ദാറ്റ് ഈസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.70. ഇനി നമുക്ക് ഇവിടെ സി വി കാണാം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാം. അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണുമ്പോൾ നമുക്ക് മീൻ അത്യാവശ്യമാണ്. ഇവിടെ ഈ ഷോർട്ട് കട്ടുകളിൽ ഏതിലാണെങ്കിലും ശരി, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീൻ കാണുന്ന അറിയാം എന്താണ്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ സിഗ്മ എക്സ് ഇതാണ്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് 405 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം എത്ര ഉണ്ട്? 6 ഉണ്ട്. 405നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആൻസർ 67.5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സി വി കണ്ടു. സി വി കാണാൻ എസ് ഡി ബൈ മീൻ ഇൻറ്റു 100 ആണ്. എസ് ഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 1.70. ഇപ്പോൾ മീൻ കണ്ടു 67.5. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു, 100 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ 2.51 എന്ന് കിട്ടുന്നു. കണ്ടോ, ആൻസർ 2.51. അപ്പോൾ ഈ രീതിയിൽ ഷോർട്ട് കട്ടിലും അല്ലെങ്കിൽ മറ്റേ ഡയറക്റ്റ് മെത്തേഡിലും നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഈ രീതിയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇൻഡിവിജ്വൽ സീരീസ്. ഇനി ഇതിൻ്റെ മറ്റ് 2 ഐറ്റം ഉണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോൾ അതിൻ്റെ അകത്തിൽ എഫ് കൂടെ വരും, കാരണം ഫ്രീക്വൻസിയും കൂടെ അവിടെ വരും. അപ്പോൾ ഫ്രീക്വൻസിയും കൂടെ വരുമ്പോൾ ഇക്വേഷൻ താണ്ട് കണ്ടല്ലേ, √(fx²) ബൈ വലിയ എൻ ആണ്. വലിയ എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടൽ ഫ്രീക്വൻസിയാണ്, മൈനസ് (fx/n) ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇനി അതിനും വേണമെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഡീവിയേഷനോട് എടുക്കണം. (fd²) ബൈ ക്യാപിറ്റൽ എൻ മൈനസ് (fd/n) ദ ഹോൾ സ്ക്വയർ. ഈ 2 ഇക്വേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഡിസ്ക്രീറ്റ് സീരീസും ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിലും. അപ്പോൾ ഈ 2 അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ എടുക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും ഓർക്കുക. ഓക്കെ.